ഇപ്പൊ നോമ്പ് തുടങ്ങുമ്പോഴുള്ള മറ്റൊരു സംശയമാണ് എന്ത് ഇഞ്ചക്ഷൻ വെക്കുന്നത് കൊണ്ട് നോമ്പ് മുറിയോ എന്നുള്ളത്. അപ്പൊ ഇഞ്ചക്ഷൻ വെക്കുന്നത് കൊണ്ട് നോമ്പ് മുറിയോ അല്ലെങ്കിൽ നമുക്കത് നോമ്പ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ, അതിനെ കുറിച്ചിട്ട് ഒന്ന് വിശദീകരിക്കാം. ഇഞ്ചക്ഷൻ രണ്ട് രീതിയിലാണ് മെയിൻ ആയിട്ടുള്ളത്. ഒന്ന് തെറാപ്പിറ്റിക് ഇഞ്ചക്ഷൻസ് ഉണ്ട്, രണ്ട് ന്യൂട്രീഷൻ ആവശ്യത്തിന് വെക്കുന്ന ഇഞ്ചക്ഷനും ഉണ്ട്. തെറാപ്പിറ്റിക് ഇഞ്ചക്ഷൻ അതായത് നമ്മൾ ഗ്യാസ്ട്രൈറ്റിസ് വരുമ്പോൾ ഇഞ്ചക്ഷൻ വെക്കുന്നത്, വേദനകൾക്ക് വെക്കുന്ന ഇഞ്ചക്ഷൻ, ആന്റിബയോട്ടിക് ഇഞ്ചക്ഷൻ, വാക്സിനുകളൊന്നും വെച്ച് കഴിഞ്ഞാൽ അത് ഈവൻ ഇടുപ്പിൽ വെക്കുന്ന ഇഞ്ചക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഞരമ്പിൽ വെക്കുന്ന ഇഞ്ചക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നോമ്പ് മുറിയില്ല. പക്ഷെ ക്ഷീണത്തിന് വേണ്ടി വിറ്റാമിന്റെ ഇഞ്ചക്ഷൻ വെക്കുക, ഗ്ലൂക്കോസ് ഇട്ട് അതായത് IV ഫ്ലൂയിഡ്സ് ഒക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നോമ്പ് മുറിയും. ആ നോമ്പുകാരന് ഫ്ലൂയിഡ്സും ന്യൂട്രീഷൻ ആവശ്യത്തിന് ഇഞ്ചക്ഷനും വെക്കാൻ പാടില്ല. അതായത് ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് വെക്കുന്ന ഇഞ്ചക്ഷനാണ് ന്യൂട്രീഷൻ ഇഞ്ചക്ഷൻസ് പറയുന്നത്, അത് ഉപയോഗിക്കാൻ പാടില്ല. ബാക്കിയുള്ള ഇഞ്ചക്ഷൻസ് വെക്കാം. അത് ഏത് റൂട്ടിലാണെങ്കിലും, അതായത് ഇടുപ്പിൽ വെക്കുന്ന ഇഞ്ചക്ഷൻ ആണെന്നുണ്ടെങ്കിലും ഞരമ്പിൽ വെക്കുന്ന ഇഞ്ചക്ഷൻ ആണെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അതിൽ തെറ്റൊന്നുമില്ല.